ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ കൂന്തൽ റോസ്റ്റ്. നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ: ഞാൻ 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. 1 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, അത് ആവശ്യമായ വെളിച്ചെണ്ണ. ഞാൻ ഒരു കനമുള്ള ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇട്ട് കൊടുത്തു. അതിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി നല്ല സ്മെല്ല് വരും. അതിന് ശേഷം കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കുറച്ച് സവോള നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കുക. സവോള ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വഴന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒരുവിധം നല്ലപോലെ ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേകാൻ വയ്ക്കണം. രണ്ട് മിനിറ്റിന് ശേഷം അത് തുറക്കണം. തുറന്ന് നല്ലതുപോലെ അത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിനാവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, 1 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി കഴിഞ്ഞ് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് അല്ലിപ്പൊത്തി 2 മിനിറ്റ് അത് വേകാനായിട്ട് വെക്കണം. അല്ലിപ്പൊത്തിയതിന് ശേഷം 2 മിനിറ്റ് വേകാനായിട്ട് വെക്കണം. അടപ്പെടുത്ത് തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ കൂന്തൽ ഇട്ട് കൊടുക്കണം. കൂന്തൽ ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം.
കൂന്തലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിട്ട് കൂടുതൽ രുചികരമാക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കണം. മിക്സ് ചെയ്ത് നല്ലപോലെ വെച്ചിട്ട് 10 മിനിറ്റ് വേകാനായിട്ട് വയ്ക്കുക. ഇത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, നല്ലതാണ്. ഇടയ്ക്കൊന്ന് അടപ്പെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് വെള്ളം അതിൽ തന്നെ ഉള്ള വെള്ളമാണ്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുമില്ല. അപ്പോൾ അത് 2-3 മിനിറ്റ് കൂടെ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആവണം. ഒട്ടും വെള്ളം ചേർത്തില്ല, വെള്ളം ഇറങ്ങി വന്നാണ്. ഇടയ്ക്ക് കൂന്തൽ റോസ്റ്റ് റെഡിയായി. ഇത് നല്ല സോഫ്റ്റാണ്, കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് നമ്മളെ ഗസ്റ്റുകൾ വന്നാൽ നമുക്ക് എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കൂന്തൽ റോസ്റ്റ്. ഗ്യാസ് ഓഫ് ചെയ്തു. കൂന്തൽ റോസ്റ്റ് റെഡി. അതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. കൂന്തൽ റോസ്റ്റ് റെഡി. കൊച്ചു കരിയാപ്പിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യും. ഓക്കെ, കൂന്തൽ റോസ്റ്റ് റെഡി. ബ്രെഡിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.